ട്രെയിനേഴ്സ് ടോക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ട്രെയിനേഴ്സ് ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സെൽഫ് ലവ് എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള വിഷയം, ആ വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ദിവ്യ മാം ഇന്ന് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. സെൽഫ് ലവ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഏറ്റവും എല്ലാ ആളുകൾക്കും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. വിശേഷിച്ചും നമ്മുടെ ലൈഫ് സ്കില്ലിൽ പെട്ട WHO പുറത്തിറക്കിയിട്ടുള്ള ലൈഫ് സ്കില്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൽഫ് അവയർനെസ്സിൽ പെട്ട ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തിരിച്ചറിയുക, നമ്മളുടെ സ്ട്രെങ്ത്, നമ്മളുടെ വീക്ക്നെസ്, നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ്, നമ്മളുടെ ത്രെഡ്സ്, അങ്ങനെ തുടങ്ങി നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എവിടെയും, കാരണം ഏറ്റവും കൂടുതൽ നമ്മെ തിരിച്ചറിയുന്നത് നമ്മൾ മാത്രമാണ്. മറ്റ് ആരെടുത്തു കഴിഞ്ഞാലും അതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്കറിയുന്നത് നമ്മളെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ കൺട്രോൾ എപ്പോഴും നമ്മിൽ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. സോ ഇന്ന് നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിൽ വിഷയം അവതരിപ്പിക്കുന്ന നമ്മുടെ ദിവ്യ മാം വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ അത് ശ്രവിക്കാനും സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ദിവ്യ മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. Okay, thank you, sir. Thank you, Faisal, sir. Thank you. Hi, all. Good evening. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കിയിട്ട് ഇതിനെ മാറ്റാം. അപ്പോൾ പറ്റുവാണെങ്കിൽ വീഡിയോയിൽ വരുക എല്ലാവരും. എൻ്റെ പേര് ദിവ്യ ഗിരീഷ്. ഞാൻ EFT ഗുരു LLP മെന്ററായിട്ട് കട്ടാവുന്നുണ്ടല്ലോ മാം. സൗണ്ട് ഓക്കെ അല്ല? സൗണ്ട് കട്ടാവുന്നുണ്ട്. റേഞ്ച് ഉണ്ടല്ലോ. ഇപ്പൊ ഓക്കെയാണ്. നേരത്തെ ഒന്ന് കട്ടായിരുന്നു. അപ്പൊ ഞാൻ EFT ട്രെയിനിങ്ങിൽ മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും സഹകരിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ലൈഫ്? നമ്മള് പലപ്പോഴും കേട്ടിട്ടുണ്ട്, ജനനത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഒരു യാത്രയാണ് ജീവിതം എന്ന്. ഇതാണ് നമ്മൾ സാധാരണ കേട്ടുവരുന്ന ഒരു ജീവിതത്തിന്റെ ഡെഫിനിഷൻ. അപ്പോ നമുക്കതിനെ ഒന്നുകൂടി ക്ലാരിറ്റിയോടുകൂടി നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. അപ്പോ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും അല്ലെ? ആ ഒരു ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു യാത്രയായിട്ട് നമുക്ക് കണക്കാക്കാം, ഒരു ജേണി. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്ത ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു യാത്രയായിട്ട് നമുക്ക് ജീവിതത്തെ പറയാം. ഈ ലക്ഷ്യങ്ങള് നമ്മൾ സെറ്റ് ചെയ്ത് സ്വപ്നങ്ങൾ കണ്ട് അതിന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വിജയമാണല്ലേ? എല്ലാവരും ജീവിതത്തില് വിജയത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നത്. ആ ഒരു സക്സസ് എന്ന് പറയുന്നതും ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതും ഒരു യാത്രയാണ് അല്ലെ? നമ്മളിപ്പോ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ 1ാം ക്ലാസ് പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗോള്. അതിൽ നമ്മള് നമ്മുടെ ഗോള് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ലക്ഷ്യം എന്താ? 2ാം ക്ലാസ്. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ 10ാം ക്ലാസ് ആയി, +2, നമ്മുടെ കരിയർ, ഫാമിലി, ഇങ്ങനെ ഓരോ ആസ്പെക്റ്റിലും നമുക്ക് നമ്മുടേതായ ഗോളുകൾ ഉണ്ടാവും. ആ ഗോളുകൾ അച്ചീവ് ചെയ്യാനുള്ള ഈ യാത്രയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു വിജയമാണല്ലേ?
ആ വിജയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് ആണ്. നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ജീവിതം എന്ന് പറയുന്നത് ഹാപ്പിനെസ് തേടിയുള്ള ഒരു യാത്ര എന്ന് പറയാം. പക്ഷെ ഈ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ? ഈ വിജയം എല്ലാവരും അച്ചീവ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചാറ്റ് ചെയ്യുക, അതുപോലെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഹാപ്പിനെസ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഭൂരിഭാഗം പേരും അൺഹാപ്പിയാണ്. പക്ഷെ വിജയിക്കുന്ന ആളുകളും ആ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആളുകളും വളരെ ചുരുക്കമാണെങ്കിൽ പോലും അവരും നമുക്ക് നമ്മുടെ ഒരു റോൾ മോഡലായി നിലകൊള്ളുന്നുണ്ട്. നമുക്ക് അവരില് കണ്ടുപഠിക്കേണ്ട വ്യത്യസ്തമായ, നമുക്ക് ഒരു സാധാരണക്കാരന് ഇല്ലാത്ത വ്യത്യസ്തമായ ഒരു ക്വാളിറ്റി എന്തായിരിക്കും? ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകള് അവര് അവരുടെ സാഹചര്യങ്ങളെ കുറ്റം പറയുകയോ അവരെ കൂടെയുള്ളവരെ പഴിചാരുകയോ ചെയ്യുന്നില്ല എന്നതാണ്. അവർക്ക് അതൊന്നും നോക്കാൻ സമയമില്ല. അവർക്ക് അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഗോളിലായിരിക്കും. എന്നാൽ സാധാരണക്കാരായ ഭൂരിഭാഗം ജനങ്ങളും അവർക്ക് ഇല്ലാത്ത സാഹചര്യങ്ങളിലും അവരെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളിലും ഫോക്കസ് കൊടുത്തുകൊണ്ട് അവരുടെ കഴിവുകളെ അവഗണിച്ചുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തി നിരാശയോടുകൂടി ജീവിക്കുന്ന ഒരു ഭൂരിപക്ഷം ജനങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. എന്നാൽ നമ്മൾ കണ്ടുപഠിക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മള് ജീവിതത്തിൽ പകർത്തേണ്ടത്, ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകള്, ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആളുകള്, അവർ അവരുടെ സാഹചര്യത്തെ പഴിചാരാതെ അവർ അവകളിൽ വിശ്വാസവും ആത്മവിശ്വാസം, ഹൈലി കോൺഫിഡന്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ക്വാളിറ്റിയാണ് അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും ഓരോ തരത്തില് കഴിവുള്ളവരാണ്. പക്ഷെ ഭൂരിഭാഗം ആളുകളും ആ കഴിവുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും അതിനെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനോ നിരന്തരം ആ കഴിവുകളെ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനോ സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയല്ലേ? അപ്പോ നമ്മള് ലൈഫിൽ സക്സസ് ആയവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവർക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യം നമ്മൾ ഓരോ അവസ്ഥയിലും, ഓരോ അവസരത്തിലും, ഓരോ ദിവസത്തിലും, ഓരോ നിമിഷത്തിലും നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് തന്നെ ഉറങ്ങുന്നതിന് മുൻപേ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഒരു ശാന്തമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട്, വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒന്ന് കണ്ണടച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക. എന്തൊക്കെയാണ് എൻ്റെ കഴിവുകള്? ഞാൻ ഇതുവരെ തിരിച്ചറിയാത്ത, കണ്ടെത്താത്ത കഴിവുകള് എന്നിൽ എന്തൊക്കെയോ ഉണ്ട്. അതൊന്നും കാണാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിരുന്നില്ല. എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്? എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ട്? ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പരാതിപ്പെടുന്നത്? എനിക്ക് ജീവിതത്തില് ഞാൻ സെറ്റ് ചെയ്ത ഗോളുകള് യഥാർത്ഥത്തിൽ ഞാൻ അതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇത്തരത്തില് നിരന്തരം, ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ട കാര്യമില്ല. തുടർച്ചയായി നമ്മളോട് നിരന്തരം ചോദിച്ച് നമ്മൾ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും
നമ്മുടെ ഉള്ളില് നാം നമ്മോട് എന്താണ് സംസാരിക്കുന്നത്? എന്റെ ചിന്തകളില്, എന്റെ കാഴ്ചപ്പാടുകളില് ഞാൻ എന്നെക്കുറിച്ച് ഏത് തരത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഇപ്പോ നമ്മള് മറ്റുള്ളവർ അത് പറഞ്ഞു, അവരെന്നെ കളിയാക്കുന്നു, ഈ സൊസൈറ്റി ശരിയല്ല, വീട്ടുകാര് ശരിയല്ല, എന്റെ സാഹചര്യം ശരിയല്ല, ഒന്നും ശരിയല്ല, ഞാനും ശരിയല്ല. ഈ രീതിയിൽ ഒരുപാട് നെഗറ്റീവ് അഫർമേഷൻസ്, ടോക്കുകളാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, ആ ക്വാളിറ്റി, എന്തൊക്കെ ക്വാളിറ്റീസ് എനിക്കുണ്ട്, ആ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു ഒരു ഇച്ഛാശക്തി വളർത്തിയെടുക്കാൻ ഞാൻ ഈ നിമിഷം മുതൽ തീരുമാനിക്കുന്നു എന്ന് പറയാൻ ഓരോരുത്തർക്കും ഇന്ന് തന്നെ സാധിക്കണം. ഈ ഒരു അവസരത്തിലാണ് നമുക്ക് ഇതിനൊക്കെ സാധിക്കണമെങ്കിൽ നമുക്ക് നമ്മോട് സ്നേഹം വേണം. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകള് എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്താലും നമ്മൾ ക്ഷമിച്ചു കൊടുക്കും. ഓക്കെ, കുഴപ്പമില്ല. അതുപോലെ നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ, നമ്മുടെ നല്ലൊരു മോട്ടിവേറ്റർ ആവാൻ, നല്ലൊരു ഗൈഡ് ആവാൻ, നല്ലൊരു ടീച്ചർ ആകാൻ നമ്മൾ തയ്യാറാകണം. നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായി ഏത് അവസരത്തിലും നമ്മളെ അംഗീകരിക്കുവാനും നമ്മുടെ തെറ്റുകള് ക്ഷമിച്ചു കൊടുക്കുവാനുള്ള ഒരു പാകത നമുക്ക് ഈ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഈ ലവ് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു സ്കില്ലല്ല. അത് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യേണ്ട, അതൊരു അനുഭവിക്കേണ്ട ഒരു ഫീലിംഗ് ആണ്. അത് നമ്മൾ എപ്പോഴാണോ അനുഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ കണ്ടെത്തുന്നത്, ആ നിമിഷം നമ്മുടെ ഈ ലോകത്തോടുള്ള കാഴ്ചപ്പാടുകൾ തന്നെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും, തികച്ചും വ്യത്യസ്തമായിരിക്കും. നമുക്ക് ഈ ലോകത്തെ ഒരുപാട് വർണ്ണങ്ങളിൽ കാണാൻ സാധിക്കും. നമുക്ക് ഈ ലോകം മുഴുവൻ സ്നേഹമുള്ള ഒരുപാട് മനുഷ്യത്വങ്ങളെ കാണാൻ സാധിക്കും. ഇതുവരെ പരാതി പറഞ്ഞ എല്ലാ വസ്തുക്കളിലും നമുക്കൊരു സ്നേഹവും നന്മയും കണ്ടെത്താനുള്ള ഒരു കഴിവ് ഈ ഒരു സെൽഫ് ലവ് അറിയുന്നതോടുകൂടി നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ സ്ട്രെസ് നിറഞ്ഞ, പേടി നിറഞ്ഞ ഈ സമൂഹത്തിൽ ഓരോരുത്തരും ഈ സെൽഫ് ലവ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കുമായി ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേരും അതൊരു സ്വാർത്ഥതയല്ലേ എന്ന് തെറ്റിദ്ധരിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കുറെ നാളുകൾക്ക് മുന്നേ, നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞാണ് ബി എംപതറ്റിക്. നമ്മൾ എമ്പതി ഉള്ളവരായിരിക്കണം. നമ്മൾ എംപതറ്റിക് ആകുമ്പോൾ മറ്റുള്ളവരുടെ വേദനകൾ നമ്മൾ സ്വീകരിക്കുക ചെയ്യുന്നത്. എന്നാൽ നമ്മളിൽ സെൽഫ് ലവ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവരിൽ നിന്ന് നമുക്ക് ആ സ്നേഹത്തെ അനുഭവിക്കുവാനും നമുക്ക് വ്യക്തമായി സാധിക്കും. ഈ സെൽഫ് ലവ് ഉള്ള ആളുകളില് അവരുടെ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സെൽഫ് ലവ് ഉള്ള ആളുകളില് നമുക്ക് പോസിറ്റീവായി കാണാൻ പറ്റുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഈ സെൽഫ് ലവ്? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? സെൽഫ് ലവ്. ഹലോ, പറഞ്ഞോളൂ സാർ. ഓക്കെ. സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാർ ചെറിയ വരുന്ന മിസ്റ്റേക്കുകളെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പിന്നെ സ്വന്തം നമ്മളങ്ങനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ ഇപ്പോ മാഡം നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ മറ്റുള്ളവരെ മിസ്റ്റേക്ക്, നമ്മളെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ എന്ത് മിസ്റ്റേക്ക് വന്നാലും നമ്മളത് പിന്നെ വിട്ടുവീഴ്ച ചെയ്യും. പക്ഷെ സ്വന്തം
നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊടുക്കും, ഞാൻ എന്താ അങ്ങനെയാണ്. സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ടല്ല അത്, അതല്ലേ കറക്റ്റ് അല്ലേ? അതെ അതെ അതെ. ഓക്കെ നമ്മള് നമുക്കറിയാം, ഒരാളും പൂർണ്ണരല്ല. എല്ലാവർക്കും കഴിവുകളും ഉണ്ട്, കുറവുകളും ഉണ്ട്. പക്ഷെ നമ്മുടെ ഫോക്കസ് എവിടെയാണ്, നമ്മൾ ഏതിലാണോ ശ്രദ്ധിക്കുന്നത്, അതാണ് നമ്മുടെ പ്രകടമായ ഭാവം എന്ന് പറയും. അപ്പോ നമ്മളെപ്പോഴും നമ്മുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുറവുകളോടുകൂടി നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമ്മളെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും നമുക്ക് നമ്മളോട് സ്വയം ക്ഷമിച്ചു കൊടുക്കുവാനും ഉള്ള ആ ഒരു കഴിവ് നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. അപ്പോ നിങ്ങളൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൽഫ് ലവ് ഉള്ള ആളുകളുടെ ക്വാളിറ്റീസ്. അവരൊരിക്കലും ആത്മവിമർശനം നടത്തില്ല, സ്വന്തത്തെ കുറ്റപ്പെടുത്തില്ല. ജീവിതത്തിൽ ഈ ലോകം കുറ്റപ്പെടുത്തിയാലും സെൽഫ് ലവ് ഹാപ്പി ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ. അവരുടെ കുറവുകളോട് കൂടി അംഗീകരിക്കാനുള്ള ഒരു കഴിവ് ഈ സെൽഫ് ലവ് ഉള്ള ആളുകൾക്ക് ഉണ്ടാവും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ അവരായിട്ട് അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ഇത്തരത്തില് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ, അല്ലെ സെൽഫ് ലവ് മനസ്സിലാക്കിയ ആളുകളിൽ ഉള്ള ഒരു ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണത്. പിന്നെ സെൽഫ് ലവ് ഉള്ള ആളുകളിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റിയാണ്, അവരൊരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നിരാശപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കില്ല. അവരെപ്പോഴും സെൽഫുമായിട്ടാ കമ്പയർ ചെയ്യുക. ഇന്നലത്തെ എന്നിൽ നിന്നും ഇന്നത്തെ ഞാൻ എത്രമാത്രം മെച്ചപ്പെട്ടിട്ടുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റണം. നമ്മള് മറ്റുള്ളവരെ നോക്കിയിട്ട് അവർക്ക് അതുണ്ട് എനിക്കിതില്ല, അവർ കഴിവുള്ളവരാണ് എനിക്കൊരു കഴിവുമില്ല, അവര് വളരെ അട്രാക്റ്റീവ് ആണ് ഞാൻ ഒട്ടും കാണാൻ കൊള്ളില്ല, ഇത്തരത്തിലുള്ള വാക്കുകൾ നിരന്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുകളെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ അടക്കി വെച്ചുകൊണ്ടാണ് ഭൂരിഭാഗം മനുഷ്യരും ജീവിക്കുന്നത്. ഇത് അവരുടെ കോൺഫിഡൻസ് കുറവാണെന്ന് പറയും. പക്ഷെ ഈ ഒരു കോൺഫിഡൻസ് എങ്ങനെയാ കിട്ടുന്നത്? നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാല് ആ ഒരു കോൺഫിഡൻസ് തനിയെ വന്നുകൊള്ളും. അതുപോലെ ആത്മാഭിമാനം, നമുക്ക് നമ്മളെ വാല്യൂ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചു തരുന്നതല്ല നമ്മുടെ വാല്യൂ, നമ്മുടെ അഭിമാനം, ഇതൊക്കെ നമ്മൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. അതൊരിക്കലും മറ്റുള്ളവർ കൊണ്ടുതരേണ്ട ഒരു കാര്യമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് അത്. സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം, ഇതൊക്കെ നമ്മുടെ സെൽഫ് ലവ് ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷനിൽ ഫീലിങ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അത് എപ്പോഴും നമ്മളെ പോസിറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം നൽകാൻ സഹായിക്കുന്നതാണ്. അതുപോലെ എപ്പോഴും ഈ ഒരു സെൽഫ് ലവ് ഉള്ള ആളുകൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. അവരവരുടെ ചുറ്റുപാടിൽ നിന്ന് എന്തൊക്കെ മോശം കാര്യങ്ങൾ, മോശം അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാലും, മോശം വാക്കുകൾ വന്നു കഴിഞ്ഞാലും, മോശം ഫീലിങ്സ് ഉള്ളിൽ കടക്കുമ്പോഴും അവരതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ധൈര്യമുള്ള ആളുകളായിരിക്കും. ഏതൊരു സാഹചര്യത്തിലും ഒരു നന്മ കാണാൻ, അതിലുള്ള ഒരു എന്നിലേക്ക് വരുന്ന ഒരു നന്ദിയായിട്ട് അതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചിന്തിക്കാൻ ഈ സെൽഫ് ലവ് ഉള്ള ആളുകൾക്ക് സാധിക്കും. അതുപോലെ ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തിലും ഇമോഷണലി സ്റ്റേബിൾ ആയിക്കൊണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടാതെ, സങ്കടപ്പെടാതെ, മറ്റുള്ളവരെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് വലിയാതെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തിലും എന്താ പറയാ, നമ്മളായി ജീവിക്കാൻ, നമ്മുടെ ഹാപ്പിനെസ്സിൽ ജീവിക്കാൻ സാധിക്കും ഈ ഒരു സെൽഫ് ലവ് അറിയുന്ന ആളുകള്, അനുഭവിച്ച ആളുകള്, അവർക്ക് അതിന് സാധിക്കും. ഇതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ സ്വന്തത്തോട് ക്ഷമിച്ചു കൊടുക്കുക. നമ്മുടെ തെറ്റുകളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളോട് ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു പക്വത സെൽഫ് ലവ് അറിയുന്നവർക്ക്, അനുഭവിച്ചവർക്ക് സാധിക്കും. നമ്മളോട് ക്ഷമിക്കാൻ സാധിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും മറ്റുള്ളവരെ അവരുടെ കുറവുകളോടുകൂടി അംഗീകരിക്കാനും അവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാനും സെൽഫ് ലവ് ഉള്ള ആളുകൾക്ക് ഏറ്റവും ഈസി ആയിട്ട് സാധിക്കും. എന്നാൽ ഇതൊന്നും അറിയാത്ത ഒരു സാധാരണ ആളിനെ സംബന്ധിച്ച് ചുറ്റുപാടിലെ ഓരോ ചലനങ്ങളും സ്വന്തം ഉള്ളിലെ ഡിസ്റ്റർബൻസ് ആയി മാറ്റുന്ന തരത്തില്
അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ കുരുങ്ങി വിധിയെ പഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. അപ്പോ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടറാണ് സെൽഫ് ലവ്. ഇത് നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റീസിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ഓരോ ചവിട്ടുപടികളാക്കിക്കൊണ്ട് ഓരോ ദിവസവും ബെറ്ററായി മുന്നോട്ട് പോകാനുള്ള ഒരു ഹൈ എനർജി, ഒരു വിൽ പവർ നമുക്ക് ഈ സെൽഫ് ലവ് അറിഞ്ഞു കഴിഞ്ഞാല് നമുക്കിത് സാധിക്കും. ഇത് നമ്മുടെ ഉള്ളിൽ കണ്ടെത്തേണ്ടതാണ്. ഇത് നമ്മളിലേക്കുള്ള ഒരു യാത്രയാണ്, സെൽഫ് ഡിസ്കവറിയാണ്, നമ്മളെ കണ്ടെത്തുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഒരു സെൽഫ് ലവ്. അതുപോലെ മെന്റലി മെന്റലി ഹെൽത്തി ആയി ജീവിക്കാൻ ഈ ഒരു അൺകണ്ടീഷണൽ സ്നേഹം, നമുക്ക് നമ്മളോടുള്ള നിരുപാധിക സ്നേഹം കൊണ്ട് നമുക്ക് സാധിക്കും. ഏതൊരു സാഹചര്യത്തിലും വളരെ സ്റ്റേബിൾ ആയിക്കൊണ്ട്, മെന്റലി ഫിറ്റ് ആയിക്കൊണ്ട്, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു ലവ് എനർജി, നമ്മുടെ ഉള്ളിൽ നമ്മൾ കണ്ടെത്തുന്ന എനർജി നമ്മളെ മുന്നോട്ട് നയിക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും യോജിക്കാത്തതായിട്ട് നിങ്ങൾക്ക്, അതല്ല എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? നമസ്കാരം മാഡം. വളരെ വണ്ടർഫുൾ ആയിരുന്നു. എന്താന്ന് വെച്ചാല് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്, സാമ്പിൾ ആണ്, എന്നാൽ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നതും അതിലൂടെ പരാജയം ഉണ്ടാകുന്നതുമായ കാര്യങ്ങളാണ്. കാരണം സെൽഫ് ലവ്, നമ്മളെ കുറിച്ച് അറിയുക, നമ്മളെ സ്നേഹിക്കുക, അതോടൊപ്പം നമ്മൾ പുറത്തു കൊടുക്കാൻ, ക്ഷമിച്ചു കൊടുക്കാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒന്ന് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നില്ല ഒരു കാര്യം. നമ്മൾക്ക് പരാധീനതകൾ, പരിഭവങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വ്യാപൃതമാകുമ്പോൾ നമ്മളുടെ ഗോളാകട്ടെ, നമ്മൾ എടുക്കുന്ന വ്യാപൃതമാവുന്ന എന്താണോ നമ്മുടെ കർമ്മരംഗത്തിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാൻ, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സക്സസ് ആകാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതോടൊപ്പം തന്നെ നമ്മളോട് സ്നേഹിക്കുന്നില്ല, നമ്മളോട് പൊറുക്കുന്നില്ല, നമ്മളോട് ക്ഷമിക്കുന്നില്ല, നമ്മളെ സ്നേഹിക്കാതെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ, വേണ്ട രീതിയിൽ സ്നേഹിക്കാൻ ഉണ്ടാവും. നമ്മൾക്ക് വേണ്ട പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, പുറത്തു കൊടുക്കാൻ, ക്ഷമിക്കാൻ, കൂടെ ചേർത്താൻ, അവരെ നമ്മൾക്ക് ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ പറ്റാത്തതാണ് നമ്മുടെ പരാജയം എന്നിവിടെ മാഡത്തിന്റെ ക്ലാസ്സിലൂടെ നമുക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ കമ്പയർ ചെയ്യുക, മറ്റുള്ളവരെ കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. കാരണം ഓരോരുത്തരും വിഭിന്നമാണ്, വ്യത്യസ്തമാണ്, ക്യാരക്ടർ വേറെയാണ്, ക്വാളിറ്റി വേറെയാണ്, ക്വാളിഫിക്കേഷൻ വേറെയാണ്, കഴിവ് വേറെയാണ്, അല്ലെ? അപ്പൊ നമ്മളിലേക്ക് ചിന്തിക്കുക, ആ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യുക, എനർജൈസ് ചെയ്യുക, ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് കമ്പാരിസണിലൂടെ പോകുമ്പോ എന്ന് പറഞ്ഞാൽ അതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല, നമ്മുടെ ടൈം വേസ്റ്റ്, എനർജി വേസ്റ്റ്, മൊത്തത്തിൽ വേസ്റ്റ് ആകുന്നു. നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാം, നമ്മൾക്ക് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത ആള് അല്ലെങ്കിൽ മറ്റൊരാള് ഇന്നത് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ എടുക്കുന്ന ഗോള് നമുക്ക് പറ്റിയതായിരിക്കണം. നമ്മുടെ പരിധിയും പരിമിതിയെ കുറിച്ച് നമ്മൾക്കൊരു അവഗാഹം ഉണ്ടാകണം. എന്ന് വെച്ചാൽ അത് ലേസി ആകാനുള്ള മെത്തേഡ് ആകുകയും ചെയ്യരുത്. എനിക്കത് എന്നെ ചെയ്യേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പിച്ചിട്ടും പരിധി ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാതെ, പരിധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ കഴിവ്, ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ചെയ്തു കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യത്തിനെ കുറിച്ച് ഏറ്റെടുക്കുന്നതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും സക്സസ് ആകാൻ കഴിയും. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോ ഇപ്പൊ ഇതിനു മുന്നേ ഒരു എക്സ്പെരിമെന്റ് നടന്ന ഒരു ചെറിയൊരു കാര്യം പറയാം. ഒരു ഗാർഡനർ 2 പോട്ടില് ഒരേ പ്രായത്തിലുള്ള, ഒരേ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരേ പ്ലാന്റ്, രണ്ട് പ്ലാന്റ് പോട്ട് ചെയ്തു. അതിന്റെ പോട്ടിംഗ് മിക്സ് സെയിം ആണ്, ഒരേ സമയത്ത് വെള്ളം ഒഴിക്കും, അതിനെ പരിപാലിക്കും. പക്ഷെ അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്,
അതിലെ ഒരു പോട്ടില് ഐ ലവ് യു എന്ന് എഴുതി വെച്ചു. മറ്റൊരു ബോട്ടില് ഐ ഹേറ്റ് യു എന്ന് അതില് ലാബിൽ എഴുതി വെച്ചു. അങ്ങനെ ആ ഒരു ഗാർഡനർ എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൊടുത്തു. പക്ഷെ ഈ ഒരു ഐ ലവ് യു എന്ന് എഴുതി വെച്ച പ്ലാന്റിന്റെ അടുത്ത് പോയി ഈ ഇവര് പിന്നെ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കും. വളരെ ആ പ്ലാന്റിനോട് പറയും, നിന്നെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്, നീ ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്, വളരെ വേഗത്തിൽ വളരുന്നുണ്ട്, നിന്നിൽ നല്ല പുഷ്പങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് പെട്ടെന്ന് നല്ല കായകളായിട്ട് മാറുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ സ്നേഹത്തോടു കൂടി ആ ഒരു ഐ ലവ് യു എന്ന് എഴുതി വെച്ച പ്ലാന്റിന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു ഗാർഡനർ സംസാരിക്കും. അതേ സമയം മറ്റേ ഐ ഹേറ്റ് യു എന്ന് എഴുതി വെച്ച പ്ലാന്റിന്റെ അടുത്ത് ചെന്നിട്ട് ഡെയിലി നെഗറ്റീവായ കുറേ കാര്യങ്ങൾ സംസാരിക്കും. നിന്നെ കാണാൻ പോരാ, നിന്റെ വളർച്ച പോരാ, നിന്നെ കാണാനുള്ള നിന്റെ ഇലകളൊക്കെ അത്രയേറെ വൃത്തികേടായി കാണുന്നുണ്ട്, നിനക്ക് പുഷ്പിക്കാനുള്ള കഴിവ് കുറവാ. ഈ തരത്തില് രണ്ടാമത്തെ പ്ലാന്റിന്റെ അടുത്ത് പോയിട്ട് നെഗറ്റീവായി സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ ഐ ലവ് യു എന്ന് എഴുതി വെച്ച പ്ലാന്റ്, ആ ഒരു പോട്ടിലെ പ്ലാന്റ് വളരെ വേഗത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് വളരുന്നത് കാണാൻ സാധിച്ചു. അതേസമയം ആ സെക്കൻഡ് ബോട്ടിലുള്ള പ്ലാന്റ് അതിന്റെ വളർച്ച മുരടിച്ചുകൊണ്ട് ഇലകളൊക്കെ ശുഷ്കിച്ചുകൊണ്ട് അത് ഒന്നും ആവാതെ അത് ഉണങ്ങാൻ തുടങ്ങി. പക്ഷെ രണ്ട് പ്ലാന്റിനും ഒരേപോലെ വെള്ളം കൊടുക്കുന്നുണ്ട്, ഒരേ പോട്ടിംഗ് മിക്സാ കൊടുത്തിട്ടുള്ളേ. അതിൽ വരുന്ന ഒരു വ്യത്യാസം കണ്ടത് ഈ സംസാരമാണ്, അഫർമേഷനാണ്. അതിനോട് നിരന്തരം ഈ ഗാർഡനർ എങ്ങനെ ഇടപഴകി എന്നുള്ളതാണ്. ഈ ഒരു പ്ലാന്റില്, ഈ ജീവനുള്ള ഈ ഒരു പ്ലാന്റിൽ ഇത്തരത്തിലുള്ള സംസാരം അതിന്റെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് ഡെയിലി എന്തൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായി സംസാരിക്കുന്നുണ്ട്, നെഗറ്റീവായി സംസാരിക്കുന്നുണ്ട്, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഏത് തരത്തിലുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇത്തരത്തിൽ ഈ ഒരു പ്ലാന്റിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന വാക്കുകൾ, നിരന്തരം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ, നമ്മുടെ ഗോൾ അച്ചീവ്മെന്റിൽ ഏത് തരത്തിലായിരിക്കും അഫക്റ്റ് ചെയ്യാന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളോട് സംസാരിക്കേണ്ടത് ഏറ്റവും നല്ല വാക്കുകളിലൂടെ ആയിരിക്കണം. നമുക്ക് നമ്മളോടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ ആയ രീതിയിലാക്കി മാറ്റാൻ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. കാരണം ഓരോ വാക്കും എനർജിയാണ്, ഓരോ ചിന്തയും എനർജിയാണ്. നമ്മള് നമ്മുടെ ലൈഫില് എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗോള്, അതിനുവേണ്ടി നമ്മൾ ഇറങ്ങുക. നമ്മളിപ്പോ ഒരു പാറക്കല്ലില് ഒരു ശില്പി ഒരു ശില്പത്തെ രൂപപ്പെടുത്തി എടുക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ആ ശില്പി ഒന്നും ചെയ്യുന്നില്ല, അതിനുള്ളിലെ ആ ശില്പത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിൽ വേണ്ടാത്ത ചില പാറച്ചീളുകൾ കൊത്തി മാറ്റുക മാത്രം ചെയ്യുന്നേ. അതിലൊന്നും നിക്ഷേപിക്കുന്നില്ല, വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നു. ആ ശില്പിയുടെ മനസ്സിൽ ആ ശില്പത്തിന്റെ രൂപം മാത്രമല്ല ഫോക്കസ്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്ത കൊടുക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു ലൈഫിനെ കാണാൻ സാധിക്കണം. അതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ നമ്മളോട് സംസാരിക്കണമെന്ന് നമ്മള് നിരന്തരം അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ തുടക്കത്തിൽ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതായി മാറും. അതുപോലെ എങ്ങനെയാണ് ഈ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക? ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഓരോ നടത്തത്തിലും, ഓരോ നിമിഷത്തിലും, ഓരോ ശ്വാസത്തിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറാൻ മനസ്സുകൊണ്ട് തയ്യാറാവണം. അത് തീരുമാനം എടുക്കണം. അതുപോലെ നമ്മളോട് ക്ഷമിച്ചു കൊടുക്കാനും, നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി അത് തിരുത്തി എല്ലാ മനുഷ്യരും കുറവുകളുള്ളവരാണെന്ന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കണം. നമുക്ക് നമ്മെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കരുത്ത് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം.
പിന്നെ ജീവിതത്തില് ചില അവസരങ്ങളിൽ നമുക്ക് നോ പറയേണ്ടി വരും. ചില ആളുകളോട് ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടി വരും. അത്തരത്തില് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കണം. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ആണെങ്കിൽ നോ പറയാൻ നമ്മൾ റെഡിയാകണം. അതുപോലെ എത്ര നമ്മളെ പാർട്ട്ണർ ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ ചില ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം എല്ലാവരെയും എല്ലാ സമയവും നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു സമയവും ബാക്കി ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാനുള്ള സമയം വളരെ ചുരുക്കം സമയമായി മാറും. അതുകൊണ്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അതുപോലെ സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കെയർ കൂടിയാണ്. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് നമുക്ക് ഈ ഭൂമിയിലെ നിലനിൽപ്പ്, നമ്മുടെ ആത്മാവിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിലൂടെയാണ് അല്ലെ. ഈ ശരീരത്തെ ഏറ്റവും മികച്ച രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ദൈവത്തോടുള്ള ഒരു സ്നേഹം കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിലെ നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നല്ല ചിന്തകള് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിന്, ഫിസിക്കലി ആണെങ്കിൽ നല്ല എക്സസൈസുകൾ, മെന്റലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മെഡിറ്റേഷൻ, നല്ല ബുക്ക് റീഡിങ്, പോസിറ്റീവായുള്ള കമ്മ്യൂണിറ്റിയിലെ ആളുകളുമായിട്ടുള്ള സംസാരം, ഇടപഴകല്, പോസിറ്റീവ് പീപ്പിളുമായിട്ടുള്ള നല്ല ബന്ധങ്ങള്, ഇതൊക്കെ നമ്മളെ മെന്റലി ഫിസിക്കലി ഹെൽത്തി ആയി നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ ഇത്തരത്തില് അവര് ഓട്ടോമാറ്റിക്കലി അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളിൽ എത്തിപ്പെടും. ആ മനസ്സിലെ ആ ഒരു നന്മ എപ്പോഴും നമ്മുടെ മനസ്സിൽ നന്മയും സ്നേഹവും നിറക്കാനുള്ള നിരന്തരമായ പരിശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. പിന്നെയുള്ളതാണ് ജേർണലിംഗ്. നമ്മൾ ഡെയിലി എഴുതുക. നമ്മുടെ ഉള്ളിലെ ഓരോ ഇമോഷനെയും, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നമ്മൾ എഴുതി വെക്കുക. അത് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. പോസിറ്റീവ് കാര്യങ്ങളെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, നെഗറ്റീവ് കാര്യങ്ങളിൽ അവയർനെസ് കൊടുത്തുകൊണ്ട് അത് നമ്മുടെ ലൈഫിന് വേണ്ടാത്തതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ ബെറ്റർ ആക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. പിന്നെയുള്ള ഒരു കാര്യമാണ് അഡിക്ഷൻ. നമ്മുടെ ഭൂരിഭാഗം ആളുകളിലും, കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും പല തരത്തിലുള്ള അഡിക്ഷൻസ് കാണാറുണ്ട്. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് അവര് പുറമെയുള്ള വസ്തുക്കളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ശീലങ്ങളിലേക്ക് മാറുന്നത്. ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ കണ്ടെത്താൻ, നമ്മുടെ ഒറ്റപ്പെടലുകളിൽ നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായി മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അഡിക്ഷനുകൾ ഒരിക്കലും നമ്മുടെ ജീവിത ശൈലിയുടെ ഒരു ഭാഗമായി മാറാൻ നമ്മൾ അനുവദിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ അഡിക്ഷനുള്ള ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവര് സെൽഫ് ഹേറ്റിംഗ് പീപ്പിൾ ആയിരിക്കും. അവർക്ക് അവരെ കുറിച്ച് ഒരു മതിപ്പും ഉണ്ടാവില്ല, ഒരു വാല്യൂ ഉണ്ടാവില്ല. അവരിങ്ങനെ ജനിച്ചു, അവരുടെ ഈ ജീവിത നിയോഗത്തെ കുറിച്ചോ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെ കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ പോലും, എന്ത് വേണമെന്ന് ആഗ്രഹിക്കാൻ പോലും പാകപ്പെടാത്ത ആളുകളായിരിക്കും. കാരണം നമ്മുടെ ലൈഫിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞവർ മാത്രമാണ് നമ്മുടെ ഉള്ളിലെ ആ സ്നേഹത്തെ കണ്ടെത്താൻ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ ഉള്ളിലെ ആ നിരുപാധിക സ്നേഹത്തെ തിരിച്ചറിയാൻ ഓരോ ദിവസവും ഉപയോഗിക്കുക. അതൊരു യാത്രയായി തന്നെ ഡെയിലി നമ്മളെ ക്ലീൻ ചെയ്ത് നമ്മുടെ മനസ്സിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ചിന്തകൾ കൊണ്ടും അതുപോലെ സ്വപ്നങ്ങൾ കൊണ്ടും നിറച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരും ഓരോ ദിവസത്തെയും ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ കാഴ്ചപ്പാട്, ഈ ലോകത്തോടുള്ള കാഴ്ചപ്പാട് മാറ്റാൻ നമ്മളെ ഈ ഉള്ളിലെ സ്നേഹത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതുവരെ നമ്മൾ കുറ്റങ്ങളാണ്, കുറവുകളാണ് നമ്മുടെ ചുറ്റുപാടിലും കണ്ടതെങ്കിൽ ഈ സ്നേഹത്തിന്റെ കണ്ണട ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അത് നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. അപ്പോ നമ്മുടെ ഒറ്റപ്പെടലിനെ ആസ്വദിക്കാൻ പഠിക്കുന്ന ആ നിമിഷം നമ്മൾ ജീവിതത്തിൽ സക്സസ് ആയി എന്ന് പറയാം. കാരണം നമ്മൾ ആ ഒറ്റപ്പെടലിലാണ് നമ്മുടെ ഏറ്റവും ഹാപ്പിനെസ് മൊമെന്റിനെ കണ്ടെത്താൻ പാകപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ജീവിതത്തെ ആസ്വദിക്കുക. എപ്പോഴും സ്വന്തത്തോട് പോസിറ്റീവായ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടും
നിരന്തരമായ മാറ്റങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടും പുരോഗതിക്ക് വേണ്ടി ആക്ഷൻ എടുത്തുകൊണ്ടും ഹാപ്പി ആയിട്ട് ഓരോരുത്തരും ഈ നിമിഷം മുതൽ മുന്നോട്ട് പോകുമെന്ന തീരുമാനം എടുക്കാൻ ഉള്ള ഒരു പക്വത, ഒരു പാകത, ഒരു ബോധം എല്ലാവരും എത്താൻ ദൈവം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് സംസാരിക്കാം. വളരെ കുറച്ച് കാര്യങ്ങളാണ്, ഇനിയും ഒരുപാട് ദിവസങ്ങളോളം പറഞ്ഞാലും തീരാത്ത അത്രയും കാര്യങ്ങള് നമ്മളെ കുറിച്ച് പറയാനും ഈ ഒരു സ്നേഹത്തെ കുറിച്ചും പറയാനുണ്ട്. അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കേട്ട കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ചിന്തകളിലെങ്കിലും മാറ്റം വരുത്താൻ തയ്യാറാവുക, കൂടുതൽ അറിയാൻ ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ, താങ്ക് യു ഓൾ. താങ്ക് യു ദിവ്യ മാം. ഇറ്റ് വാസ് എൻ അമേസിംഗ് സെഷൻ. നല്ലൊരു സെഷൻ ആയിരുന്നു. സെൽഫ് ലവ് അല്ലെ, ലവ് എന്ന് പറയുന്ന ഒരു വികാരം അല്ലെ, ആ ഒരു വികാരം അതല്ലെങ്കിൽ ആ ഒരു ലവ് ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ലൈഫിൽ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചുറ്റുപാടിലെ ലവ് എന്ന ഒരു ഇമോഷൻ ആർക്കും ഇല്ല. അങ്ങനെ ഇല്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണ് ലവ് എന്ന് പറയുന്നത്. അപ്പോ ആ ലവ് എന്നുള്ളത് നമ്മളിലേക്കും ഒപ്പം തന്നെ നമ്മളിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുന്നത്. റിഫ്ലക്ഷൻ എന്ന് പറയും അല്ലെ, നമ്മൾ സാധാരണ റിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പൊ നമ്മളിലേക്ക് വരുന്ന ഒരു ലവിനെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ അവിടെ അങ്ങനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അത് ആ ഒരു സന്ദേശത്തെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ദിവ്യാമൻ അത് വളരെ നൈസായിട്ട് തന്നെ അത് ഇവിടെ അവതരിപ്പിച്ചു. വളരെ കാം, വളരെ കൂളായിരുന്നു. നല്ല രൂപത്തിൽ തന്നെ അത് അവിടെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. സോ ഈ ഒരു പ്രസന്റേഷനുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ മാമിന്റെ പ്രസന്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് അതിന്റെ ഒരു ഫീഡ്ബാക്കും നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. സോ ഓഡിയൻസിന് ഞാൻ മൈക്ക് കൈമാറുന്നു. സാറേ, ഞാൻ സബീർ. സബീർ സാർ പറയൂ സാർ. സാറേ, എനിക്ക് 7:24 തൊട്ടാ കേട്ടത് ദിവ്യ മാമിന്റെ ഈ പ്രഭാഷണം, അതായത് ഈ ക്ലാസ്. എനിക്ക് എന്റെ മനസ്സിലൊരു ടെൻഷൻ വന്നതെന്നു കുറച്ചധികം നേരം മുമ്പ് കേൾക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. സെൽഫ് ലവിനെ കുറിച്ച് നമ്മളെ ഇത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ്നെസ് നമ്മുടെ മനസ്സിലേക്ക് വന്നതുപോലെ. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ആ മാഡത്തിന്റെ അവതരണവും മാഡത്തിന്റെ ആ സംസാരവും ആ ശൈലിയും ഒക്കെ ഉണ്ടല്ലോ, എന്തെന്നില്ലാത്ത ഹൃദയത്തെ ശരിക്കും സ്പർശിച്ചു എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ മാഡം പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ വാല്യൂ കൊടുക്കേണ്ട കാര്യം. ഓരോ വ്യക്തിയും നമ്മൾ അതിന് വില കൊടുത്താൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് 100% ഉറപ്പാണ്. നമ്മൾ സ്വയമേ ഒന്ന് സ്നേഹിക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ടൈം കുറവാണ്. ഇതിന് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മൾ സെൽഫ് ലവ് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർമാരുണ്ടെങ്കിൽ ആ ടീച്ചർമാർ ആ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ഈ അടിസ്ഥാനപരമായി സെൽഫ് ലവ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ബാല്യം മുതലേ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിന്റെ കൂടെ വേറൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും, അല്ലെങ്കിൽ മനുഷ്യനായി പിറന്നവൻ, അവനിൽ നിന്ന് വീഴ്ചകളും പോരായ്മകളൊക്കെ ഉണ്ടാവും. ആ പോരായ്മയുടെ വേദന അനുഭവിച്ചുകൊണ്ട് നീറി ജീവിക്കുന്ന 1000 ആളുകൾ ഈ ലോകത്തുണ്ട്. അവർക്ക് സ്വയമേ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ കൈവശം, അവരുടെ ഭാഗത്തുള്ള കുറ്റം കൊണ്ടോ അന്യരുടെ ഭാഗത്ത് കുറ്റം കൊണ്ടോ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അതിനെയൊക്കെ മറന്നു കടന്ന് ഈ ലോകത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇനി അത് എന്നിൽ നിന്നുണ്ടാവുകയില്ല, ആ കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞ് നമ്മൾക്കൊന്ന് സെൽഫായിട്ട് ഒരു സ്വന്തമായി ഒരു തന്റേടം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സബി സർ. ഇനി ആരാണ് സംസാരിക്കുന്നത്? ബാബു സർ.
ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ ഇവിടെ സാറ് പറഞ്ഞതിന്റെ ബാക്കി പത്രം എന്നുള്ള എനിക്ക് പറയാണ്. ബാക്കി പത്രം പറയാലോ. അപ്പൊ എന്താ വെച്ചാല് സാർ മാഡം ഇവിടെ ഒരു പ്ലാന്റിനെ കുറിച്ച് പറയുകയുണ്ടായി. 2 പ്ലാന്റുകളെ ഒരേ നേരം ഒബ്സർവ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് കൂടുന്നവരുടെ അടുത്ത് ഉണ്ടാവുന്ന റിഫ്ലക്ഷൻ. നമുക്ക് നമ്മളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല, സക്സസ് ഉണ്ടാവുന്നില്ല. ഇതിന്റെ കാരണം അതൊക്കെ തന്നെയാണ്. നെഗറ്റീവ് കൂടി വരുന്നു, നമ്മളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ കർമ്മരംഗത്ത് വേണ്ട രീതിയിൽ വ്യാപൃതമാകാൻ അല്ലെങ്കിൽ ഇടപെടാൻ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതാണ് പരാജയത്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്ന് ആ പ്ലാന്റിലൂടെ കാണിച്ചു തന്നു. 2 പ്ലാന്റുകൾ ഒരേപോലെ വെള്ളം മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അഫർമേഷൻ, തോട്ട്സുകൾ, ചിന്താഗതി, വൈബ്രേഷൻ, വൈബ്, അന്തരീക്ഷം മോശമായത് കൊണ്ട് തന്നെ അത് വേണ്ട രീതിയിൽ ഗ്രോത്ത് ഉണ്ടായില്ല, വളർച്ച ഉണ്ടായില്ല എന്നിവിടെ കാണിക്കുകയുണ്ടായി. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ എന്തൊക്കെ ഉണ്ടായിട്ടും ഇതും ഉണ്ടായില്ലെങ്കിൽ, മനസ്സിലേക്ക് കൊടുക്കുന്ന അഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ, മോശമായ തോട്ട്സ് ആണ് നമ്മളിലേക്ക് ഉണ്ടാകുന്നത്, തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. വേണ്ട രീതിയിൽ സക്സസ് എത്തില്ല എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെ മാഡം ആ ലൈഫ് സ്റ്റൈൽ വരെയൊക്കെ പറഞ്ഞു നിർത്തി. ഫുഡിനെ കുറിച്ച്, ഉറക്കത്തിനെ കുറിച്ച്, എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒക്കെ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പൊ അതിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും സക്സസ് ആകാത്ത വ്യക്തിയെ എങ്ങനെ ഇനിയിപ്പോ ഫെയിലാകാൻ പ്രയാസപ്പെടും. എന്ന് വിചാരിച്ചാലും സക്സസ് ആകണ്ടെന്ന് വിചാരിച്ചാലും സക്സസ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫൈസൽ സാർ ഓൾസോ. സാറാണ് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ റെഡിയാക്കി തന്നിട്ടുള്ളത്. സാറിനെ പ്രത്യേകം ഓർത്തുകൊണ്ടും സ്മരിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും വേണം നന്ദിയുടെ കാര്യം ഇവിടെ പറയുണ്ടായി. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നന്ദിയുടെ കുറിച്ച് പറഞ്ഞത്. കാരണം സർവശക്തനോട്, യൂണിവേഴ്സിനോട് നമ്മളെ ബൈ ബർത്ത് എന്താണോ കിട്ടിയത് അതിലൂടെ തന്നെ നമ്മൾ ഈശ്വരനെ സ്മരിക്കാൻ, ഓർക്കാൻ, നന്ദി പറയാൻ വിട്ടുപോകരുത് എന്നുള്ളത് ഇതിപ്പോ സാറിനോട് നന്ദി പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അത് മാഡം ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടായി. കാരണം സർവശക്തന്റെ കഴിവുകൾ കൊണ്ട് അല്ലെങ്കിൽ ആ അനുഗ്രഹം കൊണ്ട്, ബ്ലെസ്സിങ്സ് കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും ഇപ്പൊ ഈ മീഡിയയിലൂടെ നമുക്ക് സംസാരിക്കേണ്ട എത്രയോ പേരുടെ നെറ്റ്വർക്ക്, അതുപോലെ കറണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പൊ എനിക്ക് ഫൈസൽ സാറിന്റെ ക്ലാസ്സിൽ കയറണം, എന്റെ ശരീരം അനുവദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്റെ കണ്ണ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്റെ വായ എനിക്ക് വേണ്ട രീതിയിൽ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എനിക്ക് സംസാരിക്കണം അല്ലെങ്കിൽ എനിക്ക് കാണണം. അപ്പൊ ഇതെല്ലാം ബ്ലെസ്സിങ്സ് ആണ്. അപ്പൊ അതെല്ലാം മറക്കരുത് എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കേണ്ടായി. അത് ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു മാം. താങ്ക് യു ബാബു സാർ, താങ്ക് യു സോ മച്ച്. ആരാണ് ഇനി സംസാരിക്കുന്നത്? നിങ്ങള് ആരാണ്? ഓക്കെ, വേറെ ആരെങ്കിലും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കമന്റിൽ കുറെ പേര് പിന്നെ ചാറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട്. സമീർ സാർ. വളരെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റി. പിന്നെ വളരെ നല്ല സെഷൻ ആയിരുന്നു, അടിപൊളി സെഷനായി. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ സ്വയം എന്നിങ്ങനെ വളരെയധികം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതൊന്നുമല്ല, പിന്നെ വർക്കിന്റെ ഒരു പ്രഷർ ലോഡൊക്കെ ഒന്ന് കൂടിയപ്പോ എനിക്ക് എന്നോട് തന്നെ പിന്നെ എത്ര എടുത്തിട്ട് തീരുന്നില്ല. അപ്പൊ എന്നോട് തന്നെ ഒരു കുറ്റബോധം, എന്നും പോകുമ്പോ എന്ത് തീരാത്ത. അപ്പൊ അങ്ങനെ സ്വയം വെറുതെ ഒരാവശ്യമില്ല, നല്ല വർക്ക് അത്യാവശ്യം ചെയ്യുന്നുണ്ട്, പക്ഷെ തീരാത്തതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടെന്ന കാര്യം, എന്നും രാത്രി പോകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് രാത്രി പോകുമ്പോഴും നമുക്കൊരു ഉള്ളിലൊരു കുറ്റബോധം, ഒന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ കുറ്റപ്പെടുത്തുക, ആവശ്യമൊന്നുമില്ല. പക്ഷെ ആ ഒരു കുറ്റബോധമൊക്കെ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ വളരെ, എന്തിനാണ് ഈ കഴിഞ്ഞ ആഴ്ച പുള്ളി ഞാൻ അങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ വേദനിപ്പിച്ചത് എന്നുള്ളൊരു തോന്നില്ല. അതൊക്കെ വേറെ ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ 2 അടി കിട്ടിയിരുന്നൊക്കെ തോന്നിപ്പോണ്ട് പോ. വളരെയധികം നല്ല സെഷൻ ആയിരുന്നു, അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സമീർ സാർ. സന്തോഷം. സോ ബാക്കിയുള്ളവരെല്ലാം കമന്റിൽ അറിയിക്കുക. മാമിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. മാമിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമിന്റെ ഒരു സൗണ്ടാണ്. ആ ഒരു കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ആ ഒരു സൗണ്ടിന് ഒരു മെഡിറ്റേഷന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ആ ഒരു സൗണ്ട് നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ, പക്ഷെ അവിടെ ഒരു മെഡിറ്റേഷന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് ആ സൗണ്ടിന്. അപ്പൊ ആ സൗണ്ടിനെ നന്നായിട്ട് രൂപപ്പെടുത്തുക. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ആ സൗണ്ട് കൊണ്ട്, നമ്മുടെ പ്രസന്റേഷൻ കൊണ്ട് ആശ്വാസങ്ങൾ കൊടുക്കുക. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റുള്ള സമൂഹത്തോട്, സൊസൈറ്റിയോട്, ഫാമിലിയോട്
ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ അവതരണങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റി, അതേപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ മേഖലയിലും, സമസ്ത മേഖലകളിലും കമ്മ്യൂണിക്കേഷൻ എന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ ആ രീതിയിൽ മാമിന് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സോ നമ്മുടെ ട്രെയിനേഴ്സ് ടോക്ക് പിന്നെ ഇവിടെ ഇപ്പോ പിന്നെ അവസാനിക്കുകയാണെങ്കിൽ കൂടി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ്. നാളെ നമ്മുടെ 4th ബാച്ചിൽ നിന്നുള്ള സജ്ജന മൈൻഡ്ഫുൾനെസ് ദ ആർട്ട് ഓഫ് ബീയിങ് പ്രസന്റ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ട് നാളെ 7 മണിക്ക് ക്ലാസ് ഉണ്ടാകും. അതേപോലെ തന്നെ സാറ്റർഡേ നമുക്ക് ക്ലാസ് ഉണ്ട്. സോ എല്ലാവരും ജോയിൻ ആവുക. അതേപോലെ തന്നെ നമ്മുടെ ട്രെയിൻ ദ ട്രെയിനർ സെഷന്റെ 13ാമത്തെ ബാച്ച് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു പബ്ലിക് സ്പീക്കറോ അതല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററോ നല്ലൊരു ട്രെയിനറോ ഒക്കെ ആകാൻ താല്പര്യമുള്ളവർ നിർബന്ധമായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഓരോരുത്തരെയും നമ്മൾ മോൾഡ് ചെയ്ത് അവരെ കൃത്യമായിട്ട് ആ റൂട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരമാവധി ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അവരുടെ പൊട്ടൻഷ്യലിനെ തിരിച്ചറിയിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന മെന്ററിങ്. സോ ഒരിക്കൽ കൂടി ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. അതേപോലെ തന്നെ മാമിന് സന്തോഷം അറിയിക്കുന്നു. സോ നാളെ 7 മണിക്ക് കാണാം. ബൈ ബൈ. ഗുഡ് നൈറ്റ് എവരിവൺ. താങ്ക് യു. ബൈ ബൈ. Thank you, ma'am. Thank you. Good night.